ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റ് തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. ഉടൻ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തസ്തികയാണ്. അതായത് FSSAI എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംവിധാനമാണ്. ഇതിന്റെ ലൈസൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ പൊതുവെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നൊരു തസ്തികയാണ്. ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയും എക്സാം നടക്കുകയൊക്കെ ചെയ്തത് 2021 അപ്പം 2021 ഈ ഒരു എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഏത് നിമിഷവും ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്, ഏത് പ്രായം വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ എക്സാമിനേഷൻ രീതികൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ഫുഡ് സേഫ്റ്റി ഓഫീസർ പോലുള്ള എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ആദ്യമായിട്ട് എന്താണ് എക്സാമിനേഷൻ, ആരാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് പ്രത്യേകിച്ച് ഏജൻസികളൊന്നുമല്ല, മിനിസ്ട്രി തന്നെ നേരിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനിയും ഇത് അപ്ലൈ ചെയ്യേണ്ട ഏത് വഴിയാണ്? ഇത് FSSAI.gov.in എന്ന് പറയുന്ന ഗവൺമെന്റ് സൈറ്റ് വഴിയാണ് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതും ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതും ഈ ഒരു സൈറ്റ് വഴി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് അറിയാതെ പോയി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റാതെ അപേക്ഷിക്കാൻ്റെ കുറേ അധികം ആൾക്കാർക്ക് നേരത്തെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്തിത് പറഞ്ഞത്. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നതാണ് ഈ ഒരു തസ്തികയുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന തസ്തികയുടെ പേര്. CFSO എന്ന് പറയും. സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര്. ധാരാളം അധികാരങ്ങളൊക്കെ ഉള്ളൊരു പോസ്റ്റാണ്. ഇനിയും ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മോഡിൽ മാത്രമേ നിലവിൽ അവസാനം കഴിഞ്ഞ പരീക്ഷയ്ക്ക് നടന്നിട്ടുള്ളൂ. ഇനിയും അങ്ങനെ നടക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇനിയും ഇതിന് ഏതൊക്കെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ പരീക്ഷയെ ഡിപ്പെൻഡ് ചെയ്താണ്, കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് ഡിഗ്രിയാണ്. ഡിഗ്രി ഏതാണ്? ഈ പറയുന്ന ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ബയോടെക്നോളജി, ഓയിൽ ടെക്നോളജി, അഗ്രികൾച്ചർ സയൻസ്, വെറ്റിനറി സയൻസ്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഡിഗ്രി ഇൻ മെഡിസിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഡിഗ്രി എന്ന് പറയുന്ന ഒരു ക്ലോസിൽ നിങ്ങൾക്ക് യോഗ്യതയുള്ളതും മാസ്റ്റേഴ്സ് ഡിഗ്രി ഈ റിലേറ്റഡ് ഫീൽഡിലുള്ളവർക്കും ഉള്ളതാണ് ഈ പറയുന്നത്. ഇനിയും ഇതല്ലാതെ നിങ്ങൾക്ക് എന്താണ്? എനി അതർ ഇക്വലന്റ് ഓർ റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷൻ നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഡിസ്ക്രൈബ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, എഞ്ചിനീയറിംഗ് ഓർ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് റിസർച്ച് ഓർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് മുതലായവ മൂലം നിങ്ങൾ ഇതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത, അതായത് ബിടെക് പോലുള്ള ഇതിന് തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും യോഗ്യത നേടിയവർക്ക് ആ നോട്ടിഫിക്കേഷൻ കുറച്ച് കോഴ്സുകൾ പറയുന്നുണ്ട്. ഈ യോഗ്യതയുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ റെലവൻറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ വഴി ഏതെങ്കിലും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം, ഏതൊക്കെ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജിയാണ്. രണ്ടാമത് ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജിയാണ്. മൂന്നാമത് ഡിഗ്രി ഇൻ ബയോ ടെക്നോളജിയാണ്. അടുത്തത് ഡിഗ്രി ഇൻ ഓയിൽ ടെക്നോളജിയാണ്. അടുത്തത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ സയൻസ് ആണ്. അടുത്തത് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ആണ്. അടുത്തത് ഡിഗ്രി ഇൻ ബയോകെമിസ്ട്രി ആണ്. അടുത്തത് ഡിഗ്രി ഇൻ മൈക്രോബയോളജി ആണ്. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഡിഗ്രി ഇൻ മെഡിസിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട യോഗ്യതകൾ. ഈ യോഗ്യതയുള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, എങ്ങനെയാണ് ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്നാണ്. ഇതിൽ പ്രധാനമായിട്ടും
3 പ്രൊസീജിയർ ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ 2 ഉണ്ട്. ശേഷം ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷമാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് CBT സ്റ്റേജ് 1 ആണ്. ഇതിൽ 120 ക്വസ്റ്റ്യനും 480 മാർക്കുമാണുള്ളത്. അടുത്തത് സ്റ്റേജ് 2 ആണ്. ഇതിൽ 80 ക്വസ്റ്റ്യനും 240 മാർക്കുമാണുള്ളത്. ഇതിന് ശേഷം ഇൻ്റർവ്യൂ കൂടി ഉണ്ടാവും. ഇത്രയും കടമ്പകൾ കടന്ന ശേഷമാണ് നിങ്ങളെ ഈ ഒരു തസ്തികയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അടുത്തതായിട്ട് എങ്ങനെയാണ് പ്രായപരിധി എന്നുള്ളതാണ്. പൊതുവെ യാതൊരുവിധ റിസർവേഷനും ഇല്ലാത്തവർക്കും EWSനും 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായപരിധിക്കകത്ത് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. അവസാനമായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് പോലുള്ള വിഭാഗങ്ങൾക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും പ്രധാനമായിട്ടും വയസ്സളവ് ലഭിക്കുന്നതാണ്. ബാക്കിയുള്ള വിഭാഗങ്ങൾ ഇതല്ലാതെ റിസർവേഷൻ ലഭിക്കുന്ന എക്സ് സർവീസ്, ഫിസിക്കലി വീക്കറായിട്ടുള്ളവർക്കൊക്കെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്ത് ഉണ്ടാവുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് ആ ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഒരു 2 കാറ്റഗറിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ 2 വിഭാഗത്തിനും 3 വർഷം 5 വർഷം വീതം ഏജ് റിലാക്സേഷൻ എല്ലാ ഗവൺമെൻറ് തസ്തികയിലും ലഭിക്കുന്ന പോലെ എവിടെയും ലഭിക്കുന്നതാണെന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ പേ ലെവലാണ്. ലെവൽ 7 കാറ്റഗറിയിൽ വരുന്ന പേ സ്കെയിലാണ് വരുന്നത്. ഇവിടുത്തെ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 44,900 മുതൽ 1,42,400 രൂപ വരെയാണ് ഇവിടുത്തെ പേ സ്കെയിൽ പറയുന്നത്. കൂടാതെ ഗ്രേഡ് പേ ആയിട്ട് 4,600 രൂപയും കിട്ടുന്നുണ്ട്. ഇനിയും ഗവൺമെൻറ്റിൻ്റെ ആസ് യൂഷ്വലായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അലവൻസുകളും ട്രാവലിംഗ് അലവൻസ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബെനിഫിറ്റും കിട്ടുന്നൊരു നല്ല തസ്തികയാണിത് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല പ്രൊമോഷൻ സാധ്യതകളും അത്യാവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ് തസ്തിക ആയതുകൊണ്ട് തന്നെ 60 വയസ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരവും ലഭിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഈ വരുന്ന ഓപ്പർച്യൂണിറ്റി എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ തന്നെ തുടങ്ങുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഈ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ എക്സാമിനേഷനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് ഏത് നിമിഷവും നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഈ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നേരിട്ട് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമ്മൾ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് തരുന്നതുമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. ഗുഡ് ബൈ.